ഭർത്താവ് ഫുൾ ടൈം ഫയലിനകത്ത്, മക്കള് രണ്ടെണ്ണവും എപ്പോഴും മൊബൈലും കുത്തിക്കൊണ്ട്. നമ്മുടെ ജീവിതം മാത്രം ഇങ്ങനെ സർവ്വസാധാരണമായിട്ട് ഒന്നുമല്ലാതെ എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നു. അമ്മ ഇങ്ങനെ സർവ്വസാധാരണക്കാരിയെ പോലെ ജീവിച്ചോ? എന്റെ കൂടെ പഠിച്ച ശില്പയുടെ അമ്മയെ കാണണം. അമ്മയുടെ ഫ്രണ്ട് ആയിരുന്നില്ലേ? ലേഖ VS അല്ലേ? BSO KSO. ദാ ഒന്ന് നോക്കിയേ. ആ, ഇത് ലേഖ VS തന്നെ. അയ്യോ, ഇവളിപ്പോ ഇത്ര ലുക്കായാ? കൊള്ളാല്ല. എവിടെ എവിടെ? ദാ നോക്ക്. അയ്യോ, ഇത് ശില്പ ചേച്ചിയുടെ അമ്മയാണോ? അയ്യോ, കണ്ട ശില്പ ചേച്ചി ചേച്ചിയെ പോലെ ഉണ്ടല്ലേ. അതാണ്. അയ്യ ചേച്ചി, ഇതൊക്കെ ഫുള്ള് മേക്കപ്പ് ഇടി. ഒട്ടും അസൂയില്ല. ഓ പിന്നെ അസൂയ ഇവളെടുത്തും. ഇവൾ എന്റെ കൂടെ പഠിച്ചതാണല്ലോ. അന്നേ ഞങ്ങളെക്കാളും ഒക്കെ 2 വയസ്സിന് മൂപ്പുണ്ട് ഇവക്ക്. ശരിക്കും അമ്മ ഇത് അസൂയാണ്. ഈ ആന്റിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ, ഭംഗിയൊക്കെ ആർക്കും ഇപ്പൊ വരുത്തിക്കാലോ, എന്തൊക്കെ വേണമെങ്കിലും ചെയ്തിട്ട്. പണ്ടേ ഇവളെ കാണാൻ ഒരു വൃത്തിയും മെനയില്ലാത്തൊരു പെണ്ണായിരുന്നു. നനയ്ക്കത്തുമില്ല, കുളിക്കത്തുമില്ല, മൂക്കൊക്കെ ഒലിപ്പിച്ച് മാറിയൊരു കോലായിരുന്നു. അതൊക്കെ സഹിക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ടായിരുന്നു. തല നിറച്ച് നീരും പേനും. അയ്യോ, ഫുള്ള്. എന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടല്ലോ എന്റെ അടുത്ത് പോയി ഇരിക്കില്ല, ഞങ്ങൾക്ക് അറപ്പായിരിക്കും. ആ, അതൊക്കെ പണ്ടല്ലേ. ഇപ്പൊ ആന്റിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ ഇത് ആരുടെ കാര്യം പറയണേ? നോക്കട്ടെ മോളെ, കാണിച്ചാണ്. ശരിയാണ്, നല്ല ഐശ്വര്യമുള്ള സ്ത്രീ അല്ലേ, ഐശ്വര്യമുള്ള മുഖം. നല്ല ലുക്ക് ഉണ്ടല്ലേ, ഒരു പാട് പോലും ഇല്ല മുഖത്ത്. നല്ല വെണ്ണക്കല്ല് പോലെ ഇരുന്ന ഞാനാണ് എത്ര നല്ല ചെക്കന്മാരാന്നറിയോ എന്റെ പുറകെ ലെറ്ററും കൊണ്ട് നടന്നിരുന്നത്. അപ്പൊ ഈ പഴമക്കാര് പറയണത് ശരിയാണല്ലേ? പഴമക്കാര് എന്തോന്ന് പറഞ്ഞെന്ന്? അല്ല, കാണാൻ ഭംഗിയുള്ള കൊച്ചിലെ ഉണ്ടെങ്കിലേ വലുതാകുമ്പോ ഒട്ടും ഭംഗി ഉണ്ടാവൂല. ആ, നീ ഈ പറഞ്ഞു വന്നതിന്റെ പൊരുൾ എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കാണാൻ കൊള്ളൂലെന്നല്ലേ ഇപ്പൊ? മണി, അവൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ, അതൊരു ചൊല്ലാണ്. ഞാനും കേട്ടിട്ടുണ്ട്, എന്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ? എന്നാ ഇതും കൂടെ കേട്ടോ. ഞാൻ ഇങ്ങനെ ആയതിന് ഏക കാരണം നിങ്ങൾ ഒരുത്തരാണ്. ഞാനാ? നിങ്ങളെ കല്യാണം കഴിക്കുമ്പോഴേ ഞാൻ അനുസിത്താരെ പോലെയല്ലേ ഇരുന്നത്? പിന്നെന്താ ഇങ്ങനെ ആയത്? കഷ്ടപ്പാട്, ദുരിതം, പ്രാരാബ്ദം, പിള്ളകുട്ടി, പരാധീനങ്ങൾ ഇങ്ങനെ ആവാതിരിക്കൂ? അല്ല മണി, നിന്നെ കാണാൻ എപ്പോഴും നല്ല ഭംഗിയുണ്ടല്ലോ. ചില സൈഡിൽ നോക്കുമ്പോഴേ നീ ഇപ്പോഴും അനുസിത്താരെ പോലെ തന്നെയാണ്. തന്നല്ലേ? അല്ല അച്ഛാ, അച്ഛൻ ഏത് സൈഡിൽ കൂടെ നോക്കിയപ്പോഴാണ് ഈ അനുസിത്താരെ ലുക്ക് തോന്നിയത്? കൂടുതൽ താറ്റല്ലേ? ഒന്നിനും കൊള്ളില്ലാതിരുന്ന ലേഖ VS ഇപ്പൊ ഇത്ര പച്ച പരിഷ്കാരി ആയിട്ടുണ്ടെങ്കിലേ അത് അവളുടെ ഭർത്താവിന്റെ കെയറിംഗ് കൊണ്ടാണ്, സ്നേഹം കൊണ്ട്. മണി, ഞാൻ ഇവിടെ നിന്നെ പൊന്നുപോലല്ലേ നോക്കണത്? ആ, പൊന്നു പോലെ നോക്കണുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കോലത്തിലായി പോയത്. ആ, അതമ്മ പറഞ്ഞാലും കാര്യമില്ലാതില്ല അല്ലേ ചേച്ചി? ആ, അതെ. ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീ അവളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ പുരുഷൻ കൊഞ്ചം ഹാപ്പിയായി വെച്ചിരിക്കുക എന്ന് പറയാൻ പറ്റണം. ഞങ്ങൾ റീൽസിലൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അല്ലേ വിങ്കി? അതെ. ഓ, നിനക്കെങ്കിലും കാര്യം മനസ്സിലായല്ലോ. എനിക്ക് അത് മതി. ഇതൊരുമാതിരി മൊരട്ട് സ്വഭാവം ഉരുട്ടി കയറ്റി വെച്ച മോന്തേ. മണി, നീ എന്നെയാണോ പറയണേ? നിങ്ങളെ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്കേ ഒരു തമാശ പറയാ അറിയോ? വേണ്ട, സ്നേഹത്തോടെ ഒരു വാക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ കൂടെ ഇത്രയും വർഷം ജീവിച്ചിട്ട് എന്നെ ഈ കോലത്തിലെങ്കിലും ബാക്കി കിട്ടിയതിനെ എന്റെ വീട്ടുകാർ ദൈവത്തിനോട് നന്ദി പറയണം. മണി, ഇവൾക്ക് തന്നെ പറ്റി? അമ്മ പിണങ്ങി പോയതാണ്. അതിന് പിണങ്ങി പോകാനായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അച്ഛനൊന്നും ചെയ്തില്ല, അതാണ് പ്രശ്നം. അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. അച്ഛന് തീരെ ഹ്യൂമർ സെൻസ് ഇല്ല. ഹ്യൂമർ സെൻസ് ഇല്ലെങ്കിൽ പോട്ടെന്ന് വെക്കാം. അച്ഛൻ ഒട്ടും റൊമാൻറ്റിക് അല്ല അച്ഛാ. റൊമാൻറ്റിക് അല്ലായിരിക്കും, പക്ഷെ ഹ്യൂമർ സെൻസിലെന്ന് പറയില്ല. മക്കളെ, ഞാൻ പറഞ്ഞിട്ടുള്ള എത്രയോ തമാശയായിട്ട് നിങ്ങൾ പൊട്ടി പൊട്ടി ചിരിച്ചിട്ടുണ്ട്. ബെസ്റ്റ് അതച്ഛാ. അച്ഛന് വിഷമം വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്വന്തമായിട്ട് അങ്ങ് ഇക്ലിയാക്കി അങ്ങ് ചിരിക്കുന്നതാ, അല്ലാതെ തമാശ ഒന്നും ഉണ്ടായിട്ടില്ല. അച്ഛാ, അച്ഛനെ പോലത്തെ ഒരു മൊരടം ഭർത്താവിനെ എനിക്ക് കിട്ടുകയാണെങ്കിൽ അന്ന് ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ട് പോകും. ഞാനും ഡിവോഴ്സ് ചെയ്യും അച്ഛാ. എന്തോ നീ പറയണേ? അച്ഛൻ മാറണം കേട്ടാ. അതെ, അച്ഛൻ മാറിയേ പറ്റൂ. പറ്റും അച്ഛന്, പറ്റും. പോട്ടാ.
പറ്റും. മാറണം. പിള്ളേര് പറയണേലും കാര്യമുണ്ട്. മാറ്റം അനിവാര്യമാണ്. അല്ല, മാറ്റം പ്രകൃതി നിയമമൊന്നും ഉണ്ടല്ലോ. മണിയേ, മണിക്കുട്ടി, കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ. നിങ്ങൾക്ക് പാട്ട് പാടാനാണെങ്കിലേ റൂമിനകത്ത് ചെന്നിരുന്നിട്ട് അടച്ചിരുന്നിട്ട് പാട്ട് പാടിക്കോ. എന്റെ മണി, ഞാൻ അകത്തിരുന്ന് പാടിയല്ലേ, നിനക്ക് കേൾക്കാൻ പറ്റൂ? നീ കേൾക്കൂ? എന്നെ കേൾപ്പിക്കാനാണ് ഈ വരട്ട ശബ്ദത്തിൽ പാട്ട് പാടുന്നത്? പിന്നെ നീ അല്ലേ പരാതി പറഞ്ഞത്, അതുകൊണ്ടല്ലേ. പരാതിയാ? എന്തു പരാതി? നീ നേരത്തെ അവിടെ ഇരുന്ന് പറഞ്ഞില്ലേ ഞാൻ ഒട്ടും റൊമാൻറ്റിക് അല്ല. അതിന് ഞാൻ റൊമാൻറ്റിക് ആവാൻ പോവുക. ബെസ്റ്റ്. റൊമാൻറ്റിക് നന്നായിരിക്കും. എന്ത് നന്നായിരിക്കും? നന്നായിരിക്കും. മണി, ഇന്ന് മുതൽ റൊമാൻറ്റിക് ആയ തമാശകളൊക്കെ പറയുന്ന ഒരു രവിയായിരിക്കും നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾക്ക് വട്ടായ മക്കളെ? റിങ്കി പിങ്കി, നിങ്ങളുടെ അച്ഛന് വട്ടായി. നീ ഇതെന്തോന്ന് പറയുന്നു മണി? ഈ വട്ടില്ലാത്തവരെ വട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടുള്ളവരെ പിന്നെ നീ എന്തു പറയും? നിങ്ങൾ ഇത് എന്തോന്ന് പറയണ രവിയേട്ടാ? തമാശ കേട്ടത് ചിരി പറഞ്ഞല്ലേ? എനിക്ക് ഒത്തിരി തമാശ അറിയാടി. ഒരിക്കലേ പൂച്ചകളുടെ ഓട്ട മത്സരം നടത്തി. അപ്പൊ ഈ ഓട്ട മത്സരം നടന്നപ്പോ ഒരു പൂച്ച വളരെ സ്പീഡിൽ പോയി വിൻ ചെയ്ത്. അപ്പൊ മറ്റുള്ള പൂച്ചകളെല്ലാം കൂടെ ചെന്നിട്ട് ഈ ജയിച്ച പൂച്ച എടുത്ത് വെച്ച് നിങ്ങൾ എങ്ങനെ ഇത്ര വേഗത്തിൽ ഓടിച്ചെന്ന് വിജയിച്ചത്? അപ്പൊ ഈ വിജയിച്ച പൂച്ച പറയണേ ഞാൻ പൂച്ചയല്ല, സോമാലിയല്ല, പുലിയാണെന്ന്. കഷ്ടം തന്നെ, ഒരു മനുഷ്യനെ ഇത്രയും അതം പതിക്കുന്നത് കാണുന്നത് ഞാൻ ആദ്യം. മണി മണി വേറെ ഉണ്ട്, വേറെ വിറ്റുണ്ട് മണി, ഞാൻ പറഞ്ഞുതരാം മണി. അതെ, അമ്മ അച്ഛൻ വെറുതെ തമാശക്ക് ചെയ്തായിരിക്കും. അല്ലെങ്കിൽ സ്വിച്ച് ഇട്ട പോലെ ഒരു മനുഷ്യന് പെട്ടെന്ന് മാറാൻ പറ്റുമോ? മാറാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഫ്രണ്ടിൽ നിന്ന് തൂത്തോണ്ടിരിക്കുമ്പോ എന്റെ പുറകെ നടന്ന് പാട്ട് പാടലും വൃത്തിയുടെ തമാശ പറയലും ഞാൻ നിർത്തിയിട്ടേക്ക് കയറി വന്നു. എന്നിട്ടേ അച്ഛവിടെ? എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അമ്മ ലേഖ ആന്റിയോടുള്ള അസൂയ മുഴുവൻ അമ്മ അച്ഛൻ്റെ കൂടെ അല്ലേ തീർത്തത്. പിന്നെ അച്ഛൻ ഇങ്ങനെ കാണിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം. മണി, ആരുടെ കല്യാണം? ഞാൻ വരണേ? കല്യാണം ആരുടെ? അല്ല, കല്യാണമൊന്നും ഇല്ലെങ്കിൽ അച്ഛൻ തന്നെ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടിയൊക്കെ വന്നിരിക്കുന്നത്? എന്തോന്ന്, എവിടെയെങ്കിലും പോണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഷർട്ട് മുണ്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലേ മണി? മണി പിന്നെ എന്തോന്ന്, ആരെങ്കിലും വാ പൊളിക്കുകയാണെങ്കിൽ അത് നോക്കിയിരിക്കാണ്. പോത്ത് പോലെ ആയി രണ്ടെണ്ണവും. ഇത് ഭാര്യയും ഭർത്താവും കൂടെ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് കയറി നിൽക്കേണ്ടേ. ഓഹോ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയാ? നീ ഇറങ്ങ് രണ്ടും പോ 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 പോ, നിങ്ങളുടെ മുറി പോയിട്ട് പോ. ചെല്ല് ചെല്ല്, പൊടി പോ പോ, അവിടെ ഒന്നും നിൽക്കണ്ട, പൊയ്ക്കോ. മണി, നീ എവിടെ പോകുന്നു? നീ ഇവിടെ നില്ലേ? അയ്യോ, നേരത്തെ പോലെ അളിഞ്ഞ കോമഡി പറയാനാണെങ്കിൽ ഞാൻ പോട്ടു. അല്ലെന്ന്, നീ ഇവിടെ നില്ലേ. മണി, നീ ഒന്ന് കണ്ണടക്കി. എന്തിന്? നീ അടക്കടി. അടച്ചു. നീ കൈ നീട്ട്. കണ്ണു തുറക്ക മണിക്കുട്ടി. എന്തോന്നും കാണിച്ചിട്ട് പോയേ? അത് തന്നെ ഞാനും ആലോചിച്ചത്. എന്തോന്നു കത്തൊക്കെ? എന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലവ് ലെറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടാ. ഒട്ട് ചോദിച്ചോക്ക്, വായിച്ചോക്ക്. ബെസ്റ്റ്. എന്റെ പ്രിയപ്പെട്ട പനിനീർ പുഷ്പമേ, മണിക്കുട്ടി,
എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പ്രണയ ലേഖനം എഴുതുന്നത്. ഞാൻ വായിക്കാം. വെണ്ണ തോൽക്കും മുടലോടെ നീ ചാരി വന്നപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരോട് ഇങ്ങോട്ട് ബാക്കി ഞാൻ വയ്ക്കാം. അന്ന് നിന്നെ പെണ്ണ് കാണാൻ ഞാൻ വന്നപ്പോൾ ചുവന്ന സാരിയും എടുത്ത് ചായയും ഉണ്ണിയപ്പവുമായി നീ വന്നത് എനിക്കെന്നും ഇന്നലെ എന്നതുപോലെ ഓർമ്മയുണ്ട്. കൂടുതൽ വിശദീകരിക്കണ്ട, മതി. അമ്മ ചുവന്ന സാരി കൊടുത്താണല്ലേ? ആ ചുവന്ന സാരിയൊക്കെ തന്നെ കൊടുത്തു. മക്കള് പോ, ചെല്ലു ചെല്ലു രണ്ടും കൂടി. അല്ല ബാക്കിയും കൂടി ബാക്കി കൂടെ ഒന്നുമില്ല, പോ ചെല്ലു. മതി 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 മതി, ഓടി. അച്ഛ ആദ്യമായിട്ട് എഴുതി, ഞാൻ വായിച്ചോളാം. പോ പൊക്കോ. ഈ ഏരിയ കണ്ടുവരുന്നു. ഇല്ല 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 ഇല്ല. അന്ന് നീ എന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ലോകം കീഴ്പ്പെടുത്തിയ സന്തോഷമായിരുന്നു എനിക്ക്. മണി, ഇനി ഞാനൊരു സത്യം പറയട്ടെ. നിന്റെ സൗന്ദര്യം ഓരോ ദിവസം തോറും കൂടിക്കൂടി വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട്, മണിയുടെ സ്വന്തം രവിയേട്ടൻ. എന്താ സ്വപ്നം കണ്ടോണ്ടിരിക്കണേ? ആര് സ്വപ്നം കണ്ടു? അല്ല, നമ്മുടെ അച്ഛൻ എത്ര റൊമാൻറ്റിക് ആയിരുന്നാ. എനിക്ക് തോന്നണേ അച്ഛന്റെ കൗമാര പ്രായത്തിലേക്ക് പോയെന്നാണ്. എന്നാലും അച്ഛൻ കുറച്ച് ഓവറല്ലേ ഒരു പൊടിക്ക്. എന്നിട്ട് ആളെവിടെ? അത് അവിടെ എവിടെയെങ്കിലും ഇരുന്ന് അയവർത്തോണ്ടിരിക്കുവായിരിക്കും. കണ്ടുപിടിക്കാം. ദൂരെ കിഴക്കുതിക്കും മണിക്കച്ചമ്പഴുക്ക ഞാനൊന്ന് എടുത്തു വെച്ചേ എന്റെ വെറ്റിലെത്താൻ പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കും മണിക്കച്ചമ്പഴുക്ക ഞാനൊന്ന് എടുത്തു വെച്ച് എന്റെ വെറ്റിലെത്താൻ പാളത്തിൽ. അച്ഛൻ കൈവിട്ട് പോയമ്മ. വേർത്ത് കുളിച്ചേ നോക്ക്. രവിയേട്ടാ, എന്തോ കാണിക്കുന്നേ? മണി, മണി, നീ പറഞ്ഞ ശരിയാണ് മണി. ഞാൻ ഒട്ടും റൊമാൻറ്റിക് അല്ല. മക്കളെ ഇരി, മണി നീ ഇരി. ഞാനേ കുറച്ച് തമാശ പറയാം. അല്ല, തമാശ പറയാന്ന് പറഞ്ഞ എന്തേ? കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരുന്ന സാധനമാണ് തമാശ എന്ന് വെച്ചാ. ഇതാണ് തമാശ കേട്ടോ. ഇതുപോലെ അച്ഛൻ പണ്ട് ഒത്തിരി തമാശ പറയായിരുന്നു. ഞാനേ കോളേജിൽ പഠിക്കുമ്പോഴേ ഞാൻ ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ തമാശ പറയും. കുട്ടികളെ മൊത്തം കൂട്ടുകാർ എല്ലാവരും 1 മണിക്കൂർ ഇരുന്ന് ചിരിക്കുമായിരുന്നു. 1 മണിക്കൂർ? 1 മണിക്കൂറല്ല, അരമണിക്കൂർ ചിരിക്കുമായിരുന്നു. അരമണിക്കൂറാ. ക്ലാസ്സിൽ തമാശ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും കുറെ നേരം. ഞാൻ സമയമൊന്നും നോക്കിയിട്ടില്ല. എന്നിട്ട് എന്താ കഴിവൊന്നും ഇപ്പൊ എടുക്കാത്ത? അത് ഞാൻ പറയാത്തത് തന്നെ, മനഃപൂർവ്വം പറയാത്തത് തന്നെ. രവിയേട്ടാ, ഒരാൾ എത്ര ശ്രമിച്ചാലും അയാളുടെ ബേസിക് ക്യാരക്ടർ മാറ്റാൻ പറ്റൂല. എന്തിനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ? യെസ്, കറക്റ്റ്. അച്ഛ ഈ കോമഡി എന്നൊക്കെ പറഞ്ഞ് പറയണുണ്ടല്ലോ, അത് വെറും ചളുവാണ്. സത്യം. ചളുവോ? ചളുവായിരിക്കും. അപ്പൊ റൊമാൻസ്? അയ്യോ, അച്ഛന്റെ 80s കാലഘട്ടത്തിൽ കാണിച്ച പരിപാടിയൊന്നും ഇപ്പൊ ഇവിടെ നടക്കൂല ഏട്ടാ. അന്ന് കൊടുക്കുന്ന സ്റ്റൈലാണ് ഈ കത്ത് കൊടുപ്പും ഈ മൂളിപ്പാട്ടും ഡാൻസും ഒക്കെ. ഇന്നത്തെ ന്യൂ ജനറേഷനിൽ ഇതൊന്നും നടക്കൂല. പിന്നെ അല്ലാതെ. എന്റെ അച്ഛ ഇതൊക്കെ ഭയങ്കര ബോറാണ്. ഞാനത് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. വെറുതെ ഇരുന്ന് എന്നെ മര്യാദക്ക് ജീവിച്ചിരുന്ന എന്നെ ഓരോന്ന് പറഞ്ഞു കുത്തി ഇളക്കിച്ചിട്ട് ഇമാതിരി വേഷമെല്ലാം കെട്ടിച്ചിട്ട് ഇപ്പൊ പറയണ് ബോറാണെന്ന്. അച്ഛനെ കളിയാക്കുന്നു. അതിപ്പോ നമ്മൾ അറിഞ്ഞ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു അല്ലേ? ഇപ്പൊ അറിഞ്ഞല്ല. രവിയേട്ടാ, ഒരാളെ പോലെ ഒരാള് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ആളെ പോലെ തന്നെ ബിഹേവ് ചെയ്താൽ മതി. ഏച്ച് കെട്ടിയാലേ മുഴച്ചിരിക്കും. അതുകൊണ്ട് കുന്തം നിങ്ങൾ മാറണ്ട. നിങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. ഞങ്ങൾക്ക് നേരത്തെ പറയണ്ടേ? വെറുതെ എന്നെ കൊണ്ട് ഓരോ വേഷമൊക്കെ കെട്ടിച്ച്. അല്ല, ഞങ്ങൾ പറയണ എന്തു അച്ഛൻ കേക്കോ? അതെ, ഭാര്യയോടും മക്കളോടും സ്നേഹമുള്ള ഒരച്ഛനാവുമ്പോ തീർച്ചയായിട്ടും കേൾക്കും. അതാണ് ഈ രവി. ഓഹോ, എന്നാ ഞങ്ങളെ കിണറ്റിൽ ചാടാൻ പറഞ്ഞ ചാടൂ.
ചാടു പറ പറ ചാടു പറ പറ പെടുന്നു പറ ഇത്ര പറ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഇന്ന് ഞാൻ തലയെ ഓടരുത് നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ നോക്കി നിൽക്കാണ് നീ നിന്നുള്ളൂ പാവല്ലേ അച്ഛൻ. അമ്മ എന്നെ കെട്ടിക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ എനിക്ക് അച്ഛനെ പോലെ ഒരാൾ മതി. നിന്നെ ആരും കെട്ടിക്കണേ? എന്ത് കെട്ടിക്കണില്ലേ? വെറുതെ എന്തിനൊരു പാവം ചെറുക്കന്റെ ജീവിതം പാഴാക്കണ? അമ്മ പിടിച്ചോളൂ മണി മണി. രവിയേട്ടാ ചായ അവിടെ വയ്ക്കും മണി. ഉണ്ണിയപ്പുണ്ടേ. എന്ത് മണി? എന്നെ കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. എന്ത് തോന്നേ? ചുവന്ന സാരി, ചായ, ഉണ്ണിയപ്പം. ചുവന്ന സാരി, ചായ, ഉണ്ണിയപ്പോ? എന്തോന്ന് മണി പറയണേ? മനസ്സിലായില്ല? ഇല്ല. എന്നാ എന്തോന്ന് മറുപടി? മറുപടിയാ? നേരത്തെ എനിക്കൊരു കത്ത് തന്നില്ലേ, അതിൽ മറുപടി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. മറുപടി. അപ്പൊ മണി എന്റെ കത്ത് നിനക്ക് ഇഷ്ടപ്പെട്ട? വായിക്ക്. പ്രിയപ്പെട്ട രവിയേട്ടാ, ഇത് എന്റെയും ആദ്യത്തെ പ്രേമലേഖനമാണ്. നിങ്ങളെപ്പോലെ അത്ര സാഹിത്യപരമായിട്ടൊന്നും എനിക്ക് എഴുതാൻ അറിഞ്ഞുകൂടാ. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഇനിയുള്ള എല്ലാ ജന്മത്തിലും എനിക്ക് ഭർത്താവായി നിങ്ങൾ തന്നെ മതി എന്ന് സ്വന്തം മണിക്കുട്ടി. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കത്തുകൾ കൈമാറും അനുരാഗമേ. അമ്മ കളിയാക്കണം, അച്ഛനെ കളിയാക്കണം. ഞങ്ങള് പോണേ. നിക്കുന്നില്ല. അതാ നല്ലത്. പൊക്കോ. മണി എന്താ? നീ കഴിക്കും. താങ്ക് യു. ഇഷ്ടപ്പെട്ടോ?